നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. only begotten son. ആദാം ദൈവത്തിന്റെ പുത്രനാണ്. ഇയ്യോബിന്റെ കാലത്തുണ്ടായ ദൂതന്മാർ ദൈവപുത്രന്മാരാണ്. ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനാണ്. ഇതെല്ലാം ശരിയായിരിക്കുമ്പോൾ യേശു ക്രിസ്തു only begotten son എന്ന് പറഞ്ഞിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രൻ. അത് ഞാനും നിങ്ങളും ഗ്രഹിക്കുന്നത് പോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന് ഒരു വ്യക്തിക്കുണ്ടാകുന്ന പുത്രൻ എന്നുള്ളതാണ് നമ്മുടെ തലയിൽ ഈ പുത്രൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത്. എന്നാൽ ദൈവപുത്രൻ എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഒരു സ്ഥാനവും ഒരു നാമവും ഒരു പദവിയുമാണ്. അവൻ ജനിച്ചതുകൊണ്ട് ദൈവപുത്രനായതല്ല, അവൻ സൃഷ്ടിയല്ല, അവൻ നിത്യനായ ദൈവത്തിന്റെ പുത്രനാണ്. സൃഷ്ടിക്കപ്പെടാത്ത സ്വയംഭൂവായ ദൈവത്തിന്റെ പുത്രനാണ്. അതുല്യനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബൈബിളിന്റെ എല്ലാ ഭാഗങ്ങളിലും കാണാം. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദിയും അന്തവുമാകുന്നു. മനുഷ്യനെ കുറിച്ച് എല്ലാം അവൻ അറിയുന്നു. ഞാന് എല്ലായിടത്തും എല്ലാ മനുഷ്യന്റെയും മധ്യത്തിൽ 2-3 പേര് എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ ഉണ്ട്. ഞാൻ സർവ്വവ്യാപിയാണ്. കാരണം അവിടുന്ന് നിത്യനായ ദൈവമാണ്. ആ നിത്യനായ ദൈവത്തിന് ആദാമിന് ലഭിച്ചിരിക്കുന്നത് പോലെയല്ല, നിത്യനായ ദൈവത്തിന് അനാദിയായി ശാശ്വതവാനായ ആ ദൈവത്തിന് നൽകിയിരിക്കുന്ന സ്വർഗീയമായ ഏറ്റവും വിശേഷതയുള്ള അതുല്യമായ ഒരൊറ്റ നാമമാണ് ദൈവപുത്രൻ എന്നുള്ളത്. അക്ബർ സാഹിബിന് കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. ഇവിടെ ദൈവപുത്രൻ എന്നതിന് പകരമായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ തന്റെ ഏകജാതനായ പുത്രൻ ഓൺലി ബിഗോട്ടൺ സൺ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് സുഹൃത്തിന്റെ വിശദീകരണം. ഇത് യേശു ക്രിസ്തുവിന്റെ പ്രയോഗമല്ല. ഒന്ന്. രണ്ടാമത്തത്, ഓൺലി ബിഗോട്ടൺ സൺ എന്ന്, ഏകജാതനായ പുത്രൻ എന്ന് ബൈബിൾ പഴയ നിയമത്തിലും പ്രയോഗിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേലിനെ കുറിച്ച് തന്റെ ഏകജാതനായ പുത്രൻ എന്നാണ് ബൈബിളിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ. മാത്രല്ല, ഇത് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കാൻ യേശു ഇത് ചെയ്തു എന്ന് യോഹന്നാന്റെ വാക്ക് പറയണം. ഇവിടെ ഒന്നാമത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഇത് യേശു ക്രിസ്തുവിന്റെ വചനമല്ല, യോഹന്നാന്റെ സംസാരമാണ്. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ വചനമായി അവതരിപ്പിക്കുമ്പോൾ ഇവിടെ ഓൺലി ബിഗോട്ടൺ സൺ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലും പലതവണ ഏകജാതനായ പുത്രൻ എന്നുള്ള പ്രയോഗം കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ യേശു സ്വയം താൻ ഏകജാതനായ പുത്രനാണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാനിവിടെ നേരത്തെ പറഞ്ഞു യേശു എന്ത് അവകാശപ്പെട്ടു എന്ന്. ഈ അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ശിഷ്യന്മാർ എന്ത് മനസ്സിലാക്കിയെന്ന്. അതാ ഞാൻ പറഞ്ഞത്, യേശു ഇതെല്ലാം പറയുന്നത് കേൾക്കുന്ന ശിഷ്യന്മാർ. നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. യേശു ഇത് പറഞ്ഞതെല്ലാം കേട്ട ശിഷ്യന്മാർ അവർ യേശുവിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം പോലും ശിഷ്യന്മാർ മനസ്സിലാക്കിയത് അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ ശക്തനായ പ്രവാചകനാണ് എന്നായിരുന്നു. അതേപോലെ തന്നെ വീണ്ടും മനസ്സിലായ പിന്നെ അപ്പോസ്തല പ്രവർത്തികൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കുന്നത് അവൻ ആരാണ്? അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും നമ്മുടെ പൂർവ്വപിതാക്കളുടെയും ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ഇതെല്ലാം പറഞ്ഞത് കേട്ട ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ. ഈ യേശുവിന്റെ അവകാശവാദങ്ങളെല്ലാം ശ്രവിച്ച അപ്പോസ്തലന്മാർ
ഏകജാതനായ പുത്രൻ എന്നുള്ള പദം കേട്ട അപ്പോസ്തലന്മാർ, ഇതെല്ലാം പറഞ്ഞ ആളുകൾ അവര് തന്നെ യേശുവിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ദൈവമായിട്ടല്ല, ദൈവത്തിന്റെ ദാസനായിട്ടാണ്. പിന്നെ യേശു ക്രിസ്തു സർവവ്യാപിയായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് എന്നെല്ലാം നമ്മൾ പറയാണ്. യാതൊരു അടിത്തറയും ഇല്ല അതില്. യേശു പറഞ്ഞത് എന്താണ്? പിതാവ് ദൈവം എന്നേക്കാൾ വലിയവനാണ് എന്നാണ്. അപ്പോ സർവശക്തനായ ദൈവമല്ല യേശു ക്രിസ്തു എന്ന് വ്യക്തമാണ് അതിലെന്ന്. എന്നേക്കാൾ വലിയവനാണ് എന്ന് യേശു പറയുന്നതായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ കാണുന്നു. ഇനി സർവജ്ഞാനം യേശു ക്രിസ്തുവിനുണ്ടോ? യേശു ക്രിസ്തു പറയാണ് മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനത്തിൽ യേശു പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ച്, ലോകാവസാനത്തെ കുറിച്ചാണ് പറയുന്നത്, ആ നാളും നാഴികയും സംബന്ധിച്ച് ദൈവത്തിനല്ലാതെ പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനോ തന്നെ യാതൊന്നും അറിയില്ല. ലോകാവസാനത്തെ കുറിച്ച് പുത്രന് യാതൊന്നും അറിയില്ല. യേശു സർവജ്ഞനാണ് എന്നാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദൈവം തമ്പുരാൻ സർവജ്ഞനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദൈവം സർവശക്തനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച്, യേശു ചെയ്ത അത്ഭുതങ്ങൾ മുന്നോട്ട് ചെയ്തപ്പോ മുഴുവൻ യേശു പറഞ്ഞതെന്താ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ഇതെല്ലാം ചെയ്യുന്നത് പിതാവ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ടെന്താണ്? പിതാവ് ചെയ്ത് കാണിക്കാതെ പുത്രനെ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രനെ സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. വീണ്ടും പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ. അപ്പോ ദൈവം തമ്പുരാൻ ചെയ്ത് കാണിക്കുന്നത് ഖുർആനിലും പറയുന്നുണ്ട്. ഖുർആനിലെ യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഴുവനും യേശു പറയാണ് ബിഇദ്നില്ല, ദൈവത്തിന്റെ അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി ഞാൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി ഞാൻ അന്ധന്മാരെ സുഖപ്പെടുത്തും. ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി. യേശു പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലും പറയുന്നത് തന്നെ. അപ്പൊ യേശു ഒരിക്കലും സർവശക്തനായ ദൈവം അവകാശപ്പെട്ടിട്ടില്ല. യേശു ഒരിക്കലും സർവജ്ഞാനിയായ ദൈവം അവകാശപ്പെട്ടിട്ടില്ല. യേശു പറഞ്ഞത് എന്നേക്കാൾ ശക്തനായ ദൈവം പിതാവ്, സർവജ്ഞാനിയായ ദൈവം പിതാവ്, എനിക്ക് ജ്ഞാനം വളരെ കുറവേയുള്ളൂ. ഇനി യേശുവിനെ തിന്മയാൽ പരീക്ഷിക്കപ്പെട്ടു, യേശു പിശാചിന്റെ പ്രലോഭനത്തിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ആ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. യേശു പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ടു. എന്നാൽ യാക്കോബിന് ജെയിംസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനപ്രകാരം ദൈവം ഒരിക്കലും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് ലൂക്കോസ് പറയുന്നു. ദൈവം ഒരിക്കലും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നില്ല എന്ന് ജെയിംസിന്റെ ലേഖനത്തിലും പറയുന്നു, യാക്കോബിന്റെ ലേഖനത്തിൽ. ഇതിൽ നിന്നെല്ലാം ശിഷ്യന്മാർ മനസ്സിലാക്കിയതും യേശു പറഞ്ഞതുമെല്ലാം സർവശക്തനായ മറ്റൊരു ദൈവവും ഞാൻ അവന്റെ സൃഷ്ടിയുമാണ് എന്നാണ്. ഇനി യേശുവിന്റെ ശിഷ്യകളോട് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ കാണാം. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായി ഉള്ളവന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു. ഇവിടെ എന്റെ ദൈവം നിങ്ങളുടെ ദൈവം, എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ്, ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്. അപ്പോൾ യേശുവിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം, യേശു പഠിപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അതല്ലാതെ യേശുവിനെ തന്നെ സർവശക്തനായ ദൈവമാക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യേശു ദൈവമാണ് എന്ന് പറഞ്ഞവർ അവിശ്വാസികളുടെ ഗണത്തിൽപ്പെട്ടിരിക്കുന്നു, അവർക്ക് ശാശ്വതമായ ശിക്ഷയായിരിക്കും ഫലം എന്ന് ഖുർആൻ സൂചിപ്പിക്കാനുള്ള കാരണം അതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എല്ലാവർക്കും കൊടുക്കണം, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. My name is Rajit and I'm a marine engineer. My question is to Mr. Akbar. And now I am 26 years old. If I have lived my life in all sins and you name the sin, I have done it. And what hope does Islam give to me if I come to Islam? Let me answer in Malayalam. സുഹൃത്തിന്റെ ചോദ്യം, സുഹൃത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, പാപങ്ങൾ ചെയ്യുന്നു. ഇസ്ലാമിലേക്ക് സുഹൃത്ത് കടന്നു വരികയാണെങ്കിൽ ഇസ്ലാം എന്താണ് സുഹൃത്തിന്റെ രക്ഷയെക്കുറിച്ച് പറയുന്നത്? ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 53-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു
അലാ അൻഫുസിഹിം. എന്റെ തെറ്റുകൾ ചെയ്തുകൊണ്ട്, പാപങ്ങൾ ചെയ്തുകൊണ്ട്, മലീമസമായ സ്വന്തം ആത്മാവിനോട് അതിക്രമം ചെയ്തു പോയ എന്റെ ദാസന്മാരോട് പറയുക. എന്താണ് പറയേണ്ടത്? ദൈവം തമ്പുരാന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. ദൈവം തമ്പുരാൻ കരുണാവാരിധിയാണ് എന്നുള്ള സന്തോഷ വാർത്ത. നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല. ലാ തഖ്നതു അലാ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ദൈവം തമ്പുരാൻ തീർച്ചയായും തെറ്റുകളെ പൂർണ്ണമായി പുറത്തു കൊടുക്കുവാൻ സന്നദ്ധനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ പുറത്തു കൊടുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. പരിശുദ്ധ ഖുർആൻ സുഹൃത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയുകയാണ്. എത്ര തന്നെ പാപം ചെയ്തിട്ടുള്ളവനാണെങ്കിലും, എത്ര തന്നെ തെറ്റ് ചെയ്തിട്ടുള്ളവനാണെങ്കിലും, ആ തെറ്റിൽ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ, പടച്ച തമ്പുരാന്റെ മുന്നിൽ ചെയ്തു പോയ തെറ്റിൽ പൂർണ്ണമായി പശ്ചാത്തപിച്ചു മടങ്ങുകയും പിന്നീട് ദൈവീകമായ മാർഗദർശനം അനുസരിച്ച് ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്താൽ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുവാൻ കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ സന്നദ്ധനാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ തെറ്റുകൾ ചെയ്ത, പാപങ്ങളാൽ മലീമസമായ മനുഷ്യരോട് പറയുന്നത്. ഈ പാപം മനുഷ്യർ ചെയ്ത പാപങ്ങളാണ്. ഞാൻ പാപം ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങൾ പാപം ചെയ്തു എന്ന് വിചാരിക്കുക. പാപത്തിന്റെ പരിഹാരം ഇസ്ലാമിൽ, പാപത്തിനുള്ള പരിഹാരം ബലിയല്ല. ഇസ്ലാമിൽ പാപത്തിനുള്ള പരിഹാരം പശ്ചാത്താപമാണ്, സ്വന്തം ഹൃദയത്തിന്റെ ബലി. അഥവാ ഹൃദയത്തിനകത്ത് ഞാൻ തെറ്റ് ചെയ്തു പോയതിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ആ തെറ്റ് ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പടച്ച തമ്പുരാന്റെ മുന്നിൽ ഹൃദയമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല. തെറ്റ് വേറൊരു വ്യക്തിയോടാണ് ചെയ്തതെങ്കിൽ അയാളോടുകൂടി ക്ഷമയാചിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ പാപം ചെയ്തത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അയാളോട് ക്ഷമ യാചിക്കേണ്ടതുണ്ട് ആദ്യം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ തെറ്റുകൾക്ക് ഇസ്ലാം കാണുന്ന പ്രായശ്ചിത്തം പശ്ചാത്താപമാണ്. സുഹൃത്ത് ഇരിക്കണം. അടുത്ത് ഇതിന്റെ തന്നെ ക്ലാരിഫിക്കേഷൻ ആണ്. ഏത് തെറ്റ് ചെയ്താലും തെറ്റിന് ഒരു ശിക്ഷ അത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരവും ഉള്ളതാണ്. അത് ഹ്യൂമൻ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് ദൈവികമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഒരിക്കലും അത് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. അപ്പം ഹോളി ആയിട്ടുള്ള ഒരു ഗോഡ്, ഹൗ ക്യാൻ ഹി ഫോർഗീവ് ഇറ്റ്? ഹൗ ക്യാൻ ഹി ജസ്റ്റ് എക്സ്ക്യൂസ് ഇറ്റ്? ഇഫ് how it is possible for a holy God to excuse a sin? A penalty has to be paid everywhere. Even in our country, in India, we have to pay a penalty. Maybe you will tell good works, but a good citizen, as per the constitution, if he has broken the law, he has broken it. He has to suffer for it. After that, what he does, it is a natural course. He has to do it. As a good citizen of the country, he has to do it. Whatever he does after that is immaterial. If he has broken the law, he has to be punished. And if I have to take the punishment for the eternal sins which I have committed against God, that's a holy God. There is no blemish in him. That is what Islam as well as Christianity believes. Don't prolong your questions. If that is the case, tell me how is it punished and how can I escape that punishment? സുഹൃത്തിന്റെ ചോദ്യം തെറ്റുകളെ അങ്ങനെ പുറത്തു കൊടുക്കാൻ ദൈവിക നീതി അനുവദിക്കുമോ എന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം നീതിമാനാണ്, തെറ്റുകൾക്ക് ശിക്ഷയുണ്ട് ഭൗതികമായ കോടതിയിൽ. അതേപോലെ ആ ശിക്ഷക്ക് കൃത്യമായി അതേ രൂപത്തിൽ ദൈവം തമ്പുരാന്റെ കോടതിയിൽ ഞാൻ ചെയ്തു പോയ തെറ്റിന് എന്ത് പണിഷ്മെന്റ് ആണുള്ളത് എന്ന്. ഇവിടെ ദൈവം തമ്പുരാൻ നീതിമാനാണ്. അതുകൊണ്ട് തന്നെ എന്റെ തെറ്റിന്, എന്റെ പാപത്തിന് മറ്റൊരാളെ പിടിച്ചു തൂക്കിയത് കൊണ്ട് കൊന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. ദൈവം തമ്പുരാൻ പൂർണ്ണ നീതിമാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തെറ്റ് എന്നുള്ളത് കേവല പ്രവർത്തനമല്ല, മനസ്സാണ് തെറ്റിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. പടച്ച തമ്പുരാന് ഏതിൽ നാം ചെയ്യുന്ന തെറ്റുകൾക്ക് പൂർണ്ണമായി പ്രതിഫലം നൽകുകയാണെങ്കിൽ, ഓരോ കാര്യങ്ങൾക്കും പൂർണ്ണമായി പ്രതിഫലം നൽകുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ആ പ്രതിഫലം പിന്നെ ഒരു മനുഷ്യനും